എനിക്ക് ഈ പഴം പായസമല്ലേ, പഴം പായസം അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം പണ്ടൊരാൾ പറഞ്ഞാണ് ഈ പഴം പായസം ശ്രദ്ധിച്ചിട്ടുണ്ട്, പൂവമ്പഴം ഇടിച്ച് പൊളിച്ചിട്ടുണ്ടാക്കുന്ന കല്യാണത്തിന് കിട്ടുന്ന തൃശ്ശൂരൊക്കെ കിട്ടുന്ന പായസം എല്ലായിടത്തും ഉണ്ട് തോന്നുന്നു അല്ലേ. ഇതെനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ കാണുമ്പോൾ ഈ ചെറിയ കുട്ടികളുടെ ഇങ്ങനെ അതുപോലെയാണ് ഈ പഴം പായസമൊക്കെ എടുക്കുന്നത് ആരോ പറഞ്ഞു. പിന്നെ ഇത് കണ്ടു എനിക്ക് ആ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് ആ പഴം പായസം ഇഷ്ടമല്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ രുക്മിണി റീജൻസി ഗുരുവായൂർ അവിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ സ്വാമിയാണ് വെക്കുന്നത്. സ്വാമിയുടെ പഴം പായസം ഭയങ്കര ഫേമസ്. അപ്പോൾ എല്ലാവരും കഴിച്ച് ലാസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇലയിൽ ഇങ്ങനെ സ്വാമി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പഴം പായസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. എനിക്ക് ശരിക്കും ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ കോരി തരുന്നത് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ടാങ്ക് ചെയ്ത് കോരി തരുന്നു. അയ്യേ. അപ്പൊ ഇയാളിങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കത് ഇഷ്ടമല്ല, വൃത്തികെട്ട പായസം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ മനസ്സിൽ കിടക്കുന്നതാ. അപ്പൊ അയാൾ അതെന്താ അങ്ങനെ പറയുന്നത്, താൻ കഴിക്കും. പിന്നെ അവിടെ സീനായി. അയാൾക്കൊരു അഭിമാന പ്രശ്നം, ദേഷ്യമൊന്നുമില്ല. അയാളുടെ പായസം വൃത്തിയായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കഴിക്കൂ, ഞാൻ പറഞ്ഞു വേണ്ട. അല്ലാതെ കഴിക്കും. അപ്പൊ അടുത്തുള്ളവർ കഴിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ അയാൾ പറഞ്ഞു ഞാനിപ്പോൾ ഒഴിക്കും, ചൂടുള്ള. ഞാൻ ഇലയുടെ മുകളിൽ കൈ ഇങ്ങനെ വെച്ച് വെക്കും. അങ്ങനെ അല്ലാണ്ട് ഒഴിച്ചു. ഞാൻ കൈ എടുത്തു, അവിടെ ഒഴിച്ചു. ഞാൻ ശരിക്കും അതുപോലെ ചെറിയ പീസുകളൊക്കെ കിടക്കും. അപ്പൊ അയാൾ പറഞ്ഞു കൈയ്യിട്. അപ്പൊ ഇതോ ഞാൻ പറഞ്ഞല്ലോ അല്ല ഇട്. അപ്പൊ എല്ലാവർക്കും നോക്കുക. അപ്പൊ ഞാനിങ്ങനെ അറിയാണ്ട് നാവില് വെക്കും. ഇപ്പൊ എനിക്ക് പഴം പായസം ഇഷ്ടമാണ്. ഇപ്പൊ ഇതിൽ പലരുടെയും പഴം പായസത്തിനോടുള്ള ഇഷ്ടം പോയിട്ടുണ്ടോ? ഞാന് ആ പഴം പായസം അനുഭവിച്ചത് അപ്പോഴാണ്. അതുവരെ എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഇമാജിനേഷൻ ആരോ പറഞ്ഞ സാധനം ഉണ്ടായിട്ടുള്ളൂ. ഇതുപോലെയാണ് ചില മനുഷ്യന്മാരെ കുറിച്ച്. ആരോ പറഞ്ഞിട്ടുണ്ടാവും, അവര് നിന്നെ കുറിച്ച് കുറ്റം പറയുന്നു, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അയാളെ കുറിച്ച് ഇങ്ങനെ കരുതി വെക്കും. പക്ഷെ അയാളെ നമ്മൾ അനുഭവിക്കൂലേ, അടുത്തറിഞ്ഞ് വർത്തമാനം പറഞ്ഞ് യാത്ര ചെയ്ത് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും അല്ല മനുഷ്യൻ.